നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക തട്ടിപ്പ് നടന്ന സംഭവത്തിൽ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ. മറ്റ് ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടായെന്നും തുടർന്നും പരിശോധന നടത്തുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്ന സംഭവത്തിൽ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ. കുറ്റാരോപിതനായ അക്കൗണ്ടന്റ് PB ബിനോയ് 2023 ജൂലൈയിലാണ് ചുമതലയേറ്റത്. ആ സമയം മുതൽ സമയനിഷ്ഠ പാലിക്കാറില്ലായിരുന്നു. കൂടാതെ ബില്ലുകളോ വൗച്ചറുകളോ കണക്കുകളോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വച്ചിരുന്നുമില്ല. തുടക്കത്തിൽ കണക്കുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയപ്പോൾ തന്നെ 2 തവണ ഇത് സംബന്ധിച്ച് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ 8 ലക്ഷത്തിലധികം രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വരികയായിരുന്നു. തുടർന്നാണ് ഈ വ്യക്തിയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 2023 ജൂലൈ 26-ാം തീയതിയാണ് ശ്രീ PB ബിനോയ് അക്കൗണ്ടൻ്റായി ചുമതലയേറ്റത്. ഇയാൾ ചുമതലയേറ്റ ശേഷം കൃത്യമായി ഓഫീസിൽ ഹാജരാക്കാത്തതും സമയനിഷ്ഠ പാലിക്കാത്തയാളുമാണ്. അക്കാര്യത്തിൽ അംഗപരിമിതി എന്ന പരിഗണന നൽകിയിരുന്നു. എന്നാൽ തൻ്റെ ജോലിയിൽ തികഞ്ഞ അലംഭാവം പുലർത്തിയിരുന്ന ആളാണ്. സമയബന്ധിതമായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഹാജരാകുകയോ വരവ് ചെലവ് കണക്കുകളോ ബില്ലുകളോ സ്റ്റേറ്റ്മെൻറ്റുകളോ വൗച്ചറുകളോ ഹാജരാക്കുകയോ കമ്മിറ്റി മിനിറ്റ്സ് രേഖപ്പെടുത്തി പൂർത്തീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അനധികൃതമായി 15,000 രൂപ ചെക്ക് മുഖേന മാറിയിട്ടിരുന്നു. അതും കണ്ടെത്തിയാണ്. ഇതേ തുടർന്ന് സെക്രട്ടറി മുഖാന്തരം 2 തവണ ജോയിന്റ് ഡയറക്ടറെ അറിയിച്ച് ശ്രീ PB ബിനോയ്ക്ക് മെമ്മോ നൽകിയിരുന്നു. 9/2/2000 ചേർന്ന പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയിക്കുകയും തുടർന്ന് ജനറൽ കമ്മിറ്റി തീരുമാനം 1-ാം നമ്പർ തീരുമാനപ്രകാരം ഇയാളുടെ കാലയളവിലെ അക്കൗണ്ട് സംബന്ധമായി വിശദ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇക്കാര്യം സൂചിപ്പിച്ച് പുതിയ അക്കൗണ്ടിനെ നിയമിക്കുന്നതിന് പ്രിൻസിപ്പൽ ഡയറക്ടറോട് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 12/2/2024 കമ്മിറ്റി തീരുമാനം അയച്ചിട്ടുള്ളതാണ്. ശേഷം 15/3/2024 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിൽ കൊടുത്താണ്. ഇതിൻ പ്രകാരം 2024 മെയ് മാസത്തിൽ ശ്രീ ബിനോയിയോട് വിശദീകരണം ആവശ്യപ്പെട്ടയാളാണ്. 2024 ഒക്ടോബർ മാസത്തിലാണ് ബിനോയ് ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിടുതല ചെയ്തിട്ടുള്ളത്. 2024 ഡിസംബർ മാസത്തിൽ പുതിയതായി ചുമതലയേറ്റ അക്കൗണ്ടിനോട് നിലവിലുള്ള കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിനും കണക്കുകൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും നിർദ്ദേശിച്ചതനുസരിച്ച് ഇയാൾ നടത്തിയ പരിശോധനയിൽ ചില ക്രമക്കേടുകൾ ഉള്ളതായി സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഭ്യമായ വൗച്ചറുകളും ILGMസിലെ രേഖപ്പെടുത്തലുകളും ബിൽ രജിസ്റ്ററും പരിശോധിച്ചില്ല. ചില ഫയലുകളിൽ പ്രകടമായ ക്രമക്കേടുകൾ കണ്ടെത്തി യഥാർത്ഥ രേഖകളും ബാങ്ക് രേഖകളും തമ്മിൽ വ്യത്യാസമുള്ളതായി മനസ്സിലാക്കിയതിനാൽ 2024 ഏപ്രിൽ മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ക്യാഷായി മാറിയ ചെക്കുകളുടെ ഫോട്ടോ കോപ്പികളും തമ്മിൽ പരിശോധിച്ചപ്പോൾ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി ഏകദേശം നിലവിൽ ഇതുവരെ. സംഭവത്തിൽ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുകയും ആവശ്യമായ തീരുമാനങ്ങൾ അപ്പോൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിച്ച സംഭവത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നും മറ്റ് ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും തുടർന്നും പരിശോധന നടത്തുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് D. ജയകുമാർ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, അജീഷ് മുതുകുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26.